ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ കാലമില്ല നമ്മൾ ഫേസ് ടു ഫേസ് ഇങ്ങനെ സംസാരിച്ചിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോർട്സിൽ വന്നാലോ എന്ന് ആലോചിക്കുക. ടോപ്പിക്ക് ഉമ്മയും മക്കളും കുറേ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. കുറേ കാലം ഇങ്ങനെ ഷോർട്സ് ഇടും വിചാരിച്ചേ. നാളെ നീട്ടി മക്കളൊക്കെ വലുതായി. അപ്പോൾ എന്തായാലും ഇനി ഇടുക വിചാരിച്ചു. അതാ വീട്ടിലിട്ടാതെ എട്ടിയറിൽ ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കല്ല, ഇനി കുറച്ചങ്ങോട്ട് ഷോർട്സിലെ ടോപ്പിക്ക് ഉമ്മയും മക്കളും. അപ്പം അതിലൊരു വിഷയമായിട്ട് ഇന്ന് വരാം കേട്ടോ. എന്താണ് മക്കളുടെ ഭാരവും ഉമ്മമാരുടെ കഴിവുകളും. അപ്പോൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എൻ്റെ ജീവിതാനുഭവത്തിലൂടെ തന്നെ ആയാലോ. കാരണം എന്താ പറയുക, ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് റിയൽ ലൈഫിൽ. കേൾക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഡിപ്രഷനും സ്ട്രെസ്സും വന്നു കഴിഞ്ഞാൽ ആർക്ക് പോയി? ഭർത്താവിനും മക്കൾക്കും പോയി, വേറെ ആർക്കും നഷ്ടം വരുമല്ലോ കേട്ടോ. ഇപ്പം എൻ്റെ 2 മക്കളും ജനിച്ച സമയത്ത് കുറച്ച് മെലിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തടിച്ച്, കാണുമ്പോൾ തന്നെ നല്ല തക്കാളി പോലെ തക്കുട് മക്കളായിരുന്നു കേട്ടോ. 1 വയസ്സായപ്പോൾ അവരുടെ ഭാരത്തിന് വ്യത്യാസമൊന്നുമില്ല, പക്ഷെ കാഴ്ചയിൽ ആൾക്കാർ ഹൈറ്റ് 2 പേര് ഹൈറ്റ് കൂടി മെലിഞ്ഞു പോയി കേട്ടോ. ഭാരത്തിന് കുഴപ്പമില്ല, കാരണം നമ്മൾ വാക്സിൻ സമയത്ത് ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ അവർ വെയിറ്റ് എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമ്മൾ വെയിറ്റ് എടുത്ത് നോക്കുമ്പോൾ അണ്ടർ വെയിറ്റ് ആണെങ്കിൽ നമുക്ക് അപ്പം മനസ്സിലാവും. നമ്മൾ എപ്പോഴും എടുക്കുന്ന മക്കളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉമ്മമാർക്കും ബാപ്പമാർക്കും മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. മക്കളിൽ എന്ത് മാറ്റം ഉണ്ടെങ്കിൽ ഡോക്ടർമാരെക്കാട്ടി മുന്നിൽ ഫസ്റ്റ് മനസ്സിലാവുക പാരൻസിനാണ്. അപ്പോൾ എൻ്റെ മക്കൾ ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞപ്പോൾ ആൾക്കാർ എന്താ പറഞ്ഞറിയാം, കാരണങ്ങളില്ല, പക്ഷെ പറഞ്ഞു തരാം. വയറ്റാട്ടിയുള്ള സമയത്ത് കുട്ടിക്ക് നല്ല ഭാരം ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ഭാരം കുറഞ്ഞു. കാരണം അതിനുശേഷം ഞാനും ഇക്കാക്കി മാത്രമേ ഉള്ളൂ മക്കളെ നോക്കാനേ. അപ്പം ഞാൻ അവരോട് എന്താ പറഞ്ഞറിയോ, ഈ വയറ്റാട്ടി എല്ലാ കുട്ടിക്ക് ഭാരം കൊടുത്തത് ഞാനാണ്. അങ്ങനെ ധൈര്യമായിട്ട് മുഖത്ത് നോക്കി മറുപടി പറഞ്ഞാൽ ആരും പിന്നെ ഇങ്ങനെ ചൊറിയാൻ വരൂല കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഈ പുറമേയുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ മനസ്സിലോട്ട് എടുക്കരുത്. അത് നമ്മളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കും. കാരണം ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ ഞാനത് അനുഭവിച്ചാണ്. 2ാമത്തെ കുട്ടിയായപ്പോൾ ധൈര്യത്തോടെ സൂപ്പറായി. അതിനുശേഷം ആരും എന്നെ അങ്ങനെ ചൊറിയാൻ വന്നിട്ടില്ല. ചുറ്റുമുള്ള ആൾക്കാർ വെറുതെ നമ്മളെ കാത്തിരിക്കും ചൊറിയാൻ, എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവർക്കൊരു സമാധാനമാണ്. ആ സമാധാനം നമുക്ക് നമ്മളെ മനസ്സമാധാനം കെടുത്തിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ലോക നിയമമാണ് മക്കളെ ഉമ്മമാരെയും കണക്ട് ചെയ്ത് പറയാം. കാഴ്ചയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ഉമ്മമാരുടെ കഴിവുകേട്. ഒരിക്കലും ബാപ്പന്മാരുടെയോ അച്ഛന്മാരുടെ പേര് പറയില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്കാണ് അത് അഫക്റ്റ് ആവുക. അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചോദിക്കുന്നവരെ നാട്ടുകാരെ വീട്ടുകാർ ആരായാലും വേണ്ടില്ല, അവർക്ക് നല്ല തക്കതായ മറുപടി ഓർക്കുക. അതിന് പേടിക്കുകയോ വിഷമിക്കുകയോ ചെയ്യരുത്. കാരണം ഒരുപാട് കൊടുത്ത് ഒരുപാട് പേർക്ക് ഞാൻ ആ സമാധാനം കൊടുത്തതാണ്.